വന്നിട്ട് നമുക്ക് ഭർത്താവിൽ നിന്ന് അയാൾ നോക്കിയില്ലെങ്കിൽ, അതായത് പിതാവ് നോക്കിയില്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടും. ഇതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത്, സഫീഷ്യൻ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതും അവരുടെ വരുമാനം നോക്കിയതിന് ശേഷമാണ്. ഈ ഷഹലത ഇപ്പോൾ വീണ്ടും അടുത്ത പണിക്കിറങ്ങിയിരിക്കുകയാണ്. ഭർത്താവിന്റെ സ്വത്തിൽ തനിക്കും അവകാശമുണ്ട് എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെ ഷഹല നിൽക്കുകയാണ്. ശരിക്കും ഭർത്താവിന്റെ സ്വത്തിന്റെ പകുതിയോളം തനിക്കും വേണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഷഹല ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും എന്താണ് ഇവിടെ നടക്കുന്നത് സുഹൃത്തുക്കളെ? ഇനി ഇതിൽ ആ അടിച്ചുകൊണ്ട് പോയ റാഫിയുടെ പങ്കുണ്ടെന്നുള്ളതും കൂടെ നമുക്കൊന്ന് വ്യക്തമാണം. ഇവർക്ക് നാണവും മാനവും ഇല്ല എന്നുള്ളതാണ്. ശരിക്കും ഒരു പാവപ്പെട്ടവന്റെ ജീവിതം കുട്ടിച്ചോറാക്കി പോയിട്ട് ഇനി അവന്റെ സ്വത്തും കൂടെ വേണം എന്നുള്ളൊരു രീതിയിലേക്ക് ഇപ്പോൾ ഷഹല മാറിയിരിക്കുകയാണ്. എന്തൊക്കെ വന്നാലും നമുക്ക് അടുത്തൊരു ക്ലിപ്പ് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം സുഹൃത്തുക്കളെ. ഈ റാഫി എന്ന് പറയുന്ന ആൾക്ക് ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കുന്നുണ്ട്. അതിരുന്ന രീതിയിൽ ഇവിടെ ഭീഷണിപ്പെടുത്തി നിന്റെ ഭർത്താവിന് ഇത് കൈമാറും, നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയും എന്നൊക്കെ പറഞ്ഞ് ഇത് ഇയാള് കഞ്ചാവ് MDMA ഒക്കെ അടിക്കുന്ന നല്ല ഈ റാഫി എന്ന് പറയുന്ന ആൾക്ക് തമിഴ്നാട്ടിലൊരു കേസുണ്ട്. ഇയാൾ അവിടെ ഒരു പെണ്ണിനെ ഗർഭം ഉണ്ടാക്കി മുങ്ങി നടക്കുന്ന ഒരാളാണ്. ഈ റാഫി എന്ന് പറയുന്നതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴുതടച്ച് തന്നെ പൂട്ടണം. അല്ലെങ്കിൽ നാളെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ ചിലപ്പോൾ വഴിവഴിച്ചു പോകും. ഇത്രയ്ക്കും കഴപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഏതെങ്കിലും മുള്ളുമുരുക്കിന്റെ മുകളിൽ കയറ്റിയിട്ട് അവിടുന്ന് കൈവിട്ട് താഴോട്ട് വലിച്ചിറക്കണം. ഇമ്മാതിരി കഴപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇവൻ ശരിക്കും ടാർഗറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും ഇതുപോലെ ഓരോ സ്ത്രീകളെയും ഇതുപോലെ ടാർഗറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും ഇവന്റെ കെണിയിൽ വീഴ്ത്തുന്നതും അവരുടെ ജീവിതം ഇല്ലാതാക്കുന്നതും. തമിഴ്നാട്ടിലടക്കം ഇവന് കേസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലടക്കം ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ, തമിഴ്നാട്ടിൽ ഒരു സ്ത്രീയെ ഗർഭിണിയാക്കിയിട്ട് മുങ്ങിയവനാണ്. അതുപോലെ തന്നെ ഇപ്പൊ നാട്ടിൽ ഒരു 3 കുട്ടികളുടെ അച്ഛനാണ്. ആ അച്ഛനാണ് ഇപ്പൊ റീസെന്റ് ഷഹല എന്ന് പറയുന്ന ഒരു കുടുംബിനിയായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീ അടിച്ചുകൊണ്ട് പോയത്. കിട്ടിക്കഴിഞ്ഞവരെന്ന് ശരിക്കും പറഞ്ഞാൽ വെച്ചേക്കരുത് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലിപ്പും കൂടെ കണ്ടുപോകാം. ഷാലയുടെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പൊ ഷാല പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവാസിയുടെ സ്വത്തുക്കളിൽ അവകാശം ഷാല കൊണ്ട് ഭാര്യ ആയിരുന്നുണ്ട്. അപ്പം അതിൻ്റെ നഷ്ടപരിഹാരമൊക്കെ വേണമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനൊരു കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു. ഇവക്ക് നാണോ മാനുമില്ലേ സുഹൃത്തുക്കളെ? നാണോ മാനും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പാവപ്പെട്ടവന്റെ ജീവിതം കുട്ടിച്ചോറാക്കി പോയിട്ട് ഇപ്പൊ അവന്റെ സ്വത്തും കൂടെ വേണോന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ്? അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവക്കല്ലെങ്കിൽ ഇവനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിച്ച് പിരിഞ്ഞു കഴിഞ്ഞ് ഇവളുടെ കൂടാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് മാസം ചെലവിനുള്ള പൈസ ഹസ്ബൻഡ് കൊടുക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അത് ഓക്കെ, അത് കുഴപ്പമില്ല, ലീഗലി മാറിയതാണ്. പക്ഷേ അവനെ ജീവിതവും കുട്ടിച്ചോറാക്കി അവന്റെ ലൈഫും തൊലച്ചിട്ട് അവന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇവൾ എന്താണ് ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത്? നമുക്ക് അടുത്തൊരു ക്ലിപ്പും കൂടെ കണ്ടുപോകാം. ഷഹല, നീ എത്ര കരഞ്ഞിട്ടും യാചിച്ചിട്ടും യാതൊരു കാര്യമില്ല. നിന്റെ ഭാഗത്ത് വന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്, ആ ഒരു മിസ്റ്റേക്കാണ് ഇത്ര വലിയൊരു ചർച്ച വിഷയമായത്. ഈ നായൻകട്ട റാഫി എന്ന് പറഞ്ഞാൽ ഈ വൃത്തികെട്ട കളവൻ ഇയാളെ കൂടെ ഇറങ്ങുമ്പോൾ നീ ഒരു നിമിഷം നിന്റെ മാപ്പിളനെ ചിന്തിച്ചോ? ആ മകനല്ല നീ കൂട്ടിയത്, ആ മകന്റെ ഉപ്പാനെ നീ ഒരു നിമിഷം ഓർത്തോ? അയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സമയത്ത് നിനക്ക് നിന്റെ വീട്ടുകാരോടോ അല്ലെങ്കിൽ നിന്റെ മാപ്പിളിന്റെ വീട്ടുകാരോടോ മാപ്പിളിനോട് പറയാൻ ധൈര്യമില്ലെങ്കിൽ എനിക്ക് നിന്റെ മാപ്പിളിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു വൃത്തികെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോണ്ട ഒരു ഗതി നിനക്ക് വരട്ടെ എന്ന് എൻ്റെ ശാല. ഇയാളെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇയാൾ ഒരു വൃത്തികെട്ട ആളാണെന്ന് അറിയാൻ പറ്റിയത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ പ്രഗ്നൻ്റ് ആക്കി അവിടുന്ന് കടന്നു കളഞ്ഞു. അതോ നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ 17 വയസ്സുള്ള ഒരു പ്രായപൂർത്തിയാവാത്തൊരു പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ആ നാട്ടുകാർ പഞ്ഞിക്കിട്ട് പിന്നെ ഇയാളെ സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞ ആ ഒരു പാവം സ്ത്രീയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ആളെ കൂടെയല്ല നീ ഇറങ്ങിപ്പോയി. ആ ഒരു ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട കളവൻ്റെ കൂടെ എങ്ങനെ? അതുകൊണ്ട് നീ അനുഭവിച്ച് കൂടി ഒരാഴ്ച നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ നിന്നെ മർദ്ദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നിന്നെയും ഈ പറഞ്ഞ ഷഹലാൻ്റെ മകനെയും ഇയാൾ മർദ്ദിച്ചെന്ന് അറിയാൻ പറ്റി. ഇവർ വാളയാറിൽ നിന്ന് കണ്ടു കിട്ടി. ഇവരെ തിരിച്ചറിഞ്ഞ സമയത്ത് പോലും ഇയാൾ ഈ ഷഹലാനെയും കൂടെയുള്ള ആ മകനെയും ഇദ്ദേഹം ഉപദ്രവിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇയാൾ സ്വന്തം ഭാര്യനെയും മക്കളിനെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയല്ല ഇയാൾ. അപ്പോൾ ഈ ഷഹലാനെയും അത് ഷഹലാലുണ്ടായ, അതായത് ഒരു പ്രവാസിയിലുണ്ടായ ഒരു മകനെയും ഇയാളെ ഉപദ്രവിക്കില്ല. ഇയാളെ സ്വന്തം ചോരയൊന്നുമല്ലല്ലോ. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതേപോലെ ഇറങ്ങി തിരിച്ച് ഒരുപാട് പ്രവാസികൾ ഭാര്യമാർ ഇന്നും പെരുവയിലാണ്. അതോ വിശ്വാസ വഞ്ചന കാട്ടിയതിൻ്റെ പേരിൽ തെറ്റ് പറ്റിപ്പോപ്പുറത്തെ സാഹചര്യത്തിൽ അത് തിരുത്തി. പക്ഷെ ഇനി ഏതായാലും നിന്റെ ഭർത്താവ് സ്വീകരിച്ചാൽ നിന്റെ ഭാഗ്യം.
എന്തായാലും ഇതേപോലുള്ള നായൻ്റെ മക്കളെ ഗണിയിലൊന്നും വീഴരുത്, മനസ്സിലായല്ലോ. പോകുന്നത് ജീവിതമാണ്, പ്രത്യേകിച്ച് കല്യാണം കഴിച്ച പ്രവാസികളുടെ ഭാര്യമാർക്ക്. അങ്ങനെ എത്രയോ പെണ്ണിൻ്റെ ജീവിതമാണ് വയ്യാതരായിട്ടുള്ളത്. ചില ഭർത്താക്കന്മാർ ക്ഷമിക്കും, എല്ലാവരും ഒരേപോലെ എന്നതല്ല. ചില ഭർത്താക്കന്മാർ ക്ഷമിക്കും, തെറ്റിപ്പറ്റിപ്പോയതാണല്ലോ, അത് ക്ഷമിച്ചു വിടുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായല്ല. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. മുള്ള് വന്ന് ഇലയിൽ വീണാലും ഇല ചെന്ന് മുള്ളിൽ വീണാൽ ആർക്കാണ് കേട്? ഇലക്കാണ് കേട്. അതൊന്നും മനസ്സിലാക്കിയാൽ മതി, മനസ്സിലായല്ലേ. ഇപ്പോൾ ഈ ഒളിച്ചോട്ടം ഇതാദ്യം നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ വന്ന് അപ്പോൾ ആണ് അറിഞ്ഞ് ഒളിച്ചോട്ടം. പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നിങ്ങളെ മൊത്തം സപ്പോർട്ട് ചെയ്ത്, അതായത് അവർ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ, അവർ എവിടെയെങ്കിലും പോയി ജീവിക്കുന്ന വ്യക്തി എങ്ങനത്തെ ഒരു വ്യക്തിയാണ് തമിഴ്നാട്ടിൽ പെണ്ണിനെ പ്രഗ്നൻ്റ് ആക്കി കടന്നു കഴിഞ്ഞ് 17 വയസ്സുള്ള പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, സ്വന്തം ഭാര്യ അതിക്രൂരമായി മർദ്ദിക്കുന്ന ആളെ കൂടെ എങ്ങനെ സുഖമായിട്ട് ജീവിക്കില്ല? എവിടെ പോയി ജീവിച്ചാലും ഇവർക്ക് വരുന്ന അവസ്ഥ എന്തായിരിക്കും? ഇയാളുടെ ക്രൂരമായിട്ടുള്ള മർദ്ദനവും പീഡനങ്ങളും മാത്രമേ ഉണ്ടാവൂ. എന്തായാലും ഇനിയെങ്കിലും മനസ്സിലാക്കാം ഷാന. ഓക്കെ, കൊച്ചിനെ അടക്കം പീഡിപ്പിച്ച് ഇവൻ ശരിക്കും പറഞ്ഞ ഒരു കൊടൂര ക്രിമിനൽ തന്നെയാണ്. ഇനി കേരളത്തിലുള്ള ഒരു സ്ത്രീകൾക്കും ഒരു പ്രവാസികളുടെ ഭാര്യമാർക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ഇത് കണ്ടിട്ടെങ്കിലും ഇവരിനി പഠിക്കട്ടെ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് കണ്ടെങ്കിലും ഇനി നിങ്ങൾ പഠിക്കും. ഇതുപോലുള്ള അഭിഹിതത്തിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇല്ലാതാവുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ ആയിരിക്കും. ഈ വരുന്നവൻ കൈയും കഴുകി കാലും കഴുകി അവൻ്റെ പാട്ടിന് പോകും. ഓക്കെ, അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കൂടി കണ്ടുവെക്കാം. ഓക്കെ, കുറച്ച് അഡ്വക്കേറ്റ്സ് പറയുന്ന രീതി എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുവെക്കാം ഷാലയെ പറ്റി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കണ്ടുവെക്കാം. സ്ത്രീ അത് അനുഭവിക്കേണ്ട തന്നെയാണ്. ഇപ്പോൾ അവർക്ക് ഭർത്താവില്ല, കുട്ടിയാണെങ്കിൽ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ പോയി ഇപ്പോൾ എല്ലാവരും സമൂഹത്തിൻ്റെ മുമ്പിൽ അത്രയധികം തല കുനിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഈ സ്ത്രീയുടെ പ്രവൃത്തി കൊണ്ട് തന്നെ വരുത്തി വച്ചിരിക്കുകയാണ്. ഇപ്പം ഭർത്താവ് മാറിയ സമയത്ത് ആ ഒരു സമയത്ത് ഭർത്താവിൻ്റെ കെയറിങ് കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ ഒരു സാമീപ്യം ഇല്ലാഞ്ഞിട്ടോ ഫിസിക്കലായിട്ടും ഒന്നുമുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ല എന്ന് കരുതി പെട്ടെന്നൊരു സമയത്ത് കണ്ട് പരിചയപ്പെട്ട മൊബൈൽ റീചാർജ് ചെയ്യാൻ പോയ ഒരു വ്യക്തിയോട് ഉണ്ടായ ഒരു ഇഷ്ടം, അവൻ എത്രത്തോളം നല്ലവനാണ് എന്നൊന്നും ചിന്തിക്കാതെ ആ സ്ത്രീയെ പെട്ടെന്ന് ആ ഒരു ചതിക്കുഴിയിലേക്ക് ചെന്ന് ചാടുകയായിരുന്നു. അതിനുള്ള അനന്തര ഫലം അവൾക്ക് കിട്ടുക തന്നെ ചെയ്തു. ഒരു കുഴപ്പവുമില്ല എന്ന് തന്നെയാണ് ഈ ഒരു കാര്യം പറയേണ്ടത്. കിട്ടേണ്ട കറക്റ്റ് സമയത്ത് തന്നെ അതിനുള്ള ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ആ മനുഷ്യൻ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും, ആ പ്രവാസിയായ ഭർത്താവ്. അദ്ദേഹം തൻ്റെ വീടിനും ആ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് അന്യനാട്ടിലേക്ക് പ്രവാസ ലോകത്തേക്ക് പോയി കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പോയതാണ്. അദ്ദേഹം 1-2 വർഷം കഷ്ടപ്പെട്ടു തിരിച്ചു വന്നപ്പോഴത്തേക്കിന് മകനെ അല്ലെങ്കിൽ ഭാര്യനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ആ സമയത്ത് ആ സ്ത്രീ വേറൊരു അന്യനെ ആയ ഒരുത്തൻ്റെ കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയി എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹം എത്രമാത്രം പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടുകാരുടെ അല്ലെങ്കിൽ ആ ചെക്കൻ്റെ സാമ്പത്തിക സ്ഥിതി നോക്കും. അതായത് അവൻ്റെ ഫാദറിന് വസ്തുവുണ്ടോ, വീടുണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ പേരിൽ വീടുണ്ടോ, സ്വത്തുണ്ടോ, ഇത് എന്താ പറയുക നല്ല സാലറി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് സാമ്പത്തികമായിട്ട് നോക്കിയിട്ടാണ് അറേഞ്ച്ഡ് മാരേജസ് മിക്കവാറും നടക്കാറുള്ളത്. അപ്പോൾ പൊതുവിൽ എല്ലാവരുടെയും വിചാരം എന്താണ്, അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന പെൺകുട്ടികൾക്ക് അതിൻ്റെ അവകാശങ്ങൾ കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ലീഗലി മാരേജ് ചെയ്യുമ്പോഴേക്കും അവർക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ സ്വത്തിൻ്റെയൊക്കെ ഇത്ര പെർസെൻറ്റേജ് ഒക്കെ ഇവർക്ക് കിട്ടുമായിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മിക്ക കല്യാണങ്ങളും നമ്മൾ വാല്യൂ ചെയ്ത് കിട്ടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുമ്പോഴേക്കും എൻ്റെ സണ്ണിലോയ്ക്ക് ഒരു BMW കാറും ഒരു വലിയ ജോലിയും വീടും ഒക്കെ ഉണ്ട് എങ്കിൽ അതൊരിക്കലും എൻ്റെ കൊച്ചിന് കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ എല്ലാ അവകാശികൾ അത് അവർ മാത്രമാണ്. അവരെന്തെങ്കിലും നിങ്ങൾക്ക് തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനുള്ള അവകാശം. അപ്പോൾ ചോദിക്കും, അപ്പോൾ നിയമപരമായി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീക്ക് ഒരു ഭർത്താവിൻ്റെ സ്വത്തിനോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ ഒന്നും ഒരു അവകാശമില്ലേ ചോദിക്കുക. ഉണ്ട്. ആകെ അവകാശം കിട്ടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്വന്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല, സ്വന്തം കാര്യങ്ങൾ നോക്കുന്നില്ല, സാമ്പത്തികമായിട്ട് ജോലിയോ സ്വന്തമായിട്ട് വരുമാനമോ ഇല്ല എങ്കിൽ ഭർത്താവിൽ നിന്ന് അവർക്ക് പാർപ്പിടമാവട്ടെ, വസ്ത്രമാവട്ടെ, ആഹാരമാവട്ടെ, ചികിത്സാ ചെലവുകളാവട്ടെ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ചെലവിനുള്ള തുക നമുക്ക് ഭർത്താവിൽ നിന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നിയമപ്രകാരം CRPC 125 പ്രകാരം അതൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റാണ്. അത് ഉറപ്പായിട്ടും സ്ത്രീക്ക്, അതായത് ലീഗലി വെഡഡ് ആയിട്ടുള്ള ഒരു വൈഫിന് ചോദിക്കാം. പിന്നെ നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന വീട് എന്ന് പറയുന്നത് ഒരു മാട്രിമോണിയൽ ഹോമാണ്. നിങ്ങൾക്ക് ആ
വീട്ടിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ ഇറക്കി വിടാനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ പാടില്ല. അതിനർത്ഥം നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഭർത്താവിന് ഒരു 10 ഏക്കർ സ്വത്തുണ്ട്, 10 ഏക്കർ സ്ഥലമുണ്ട് എങ്കിൽ അതിൻ്റെ 1/3 അവകാശം ഭാര്യയായ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നത് മഹാമണ്ഡത്തനമാണ്. ആ 10 ഏക്കർ സ്വത്തിനുള്ള അവകാശി എന്ന് പറയുന്നത് ഭർത്താവ് മാത്രമാണ്. അതേപോലെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അവൻ്റെ പാരൻസിന് എന്തെങ്കിലും സ്വത്തും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ അതിനുള്ള പൂർണ്ണമായ അവകാശികൾ അവർ തന്നെയാണ്. അവരെന്തെങ്കിലും നിങ്ങൾക്ക് തരുവാണെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് അവകാശമുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന സ്വർണത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വീട്ടിൽ നിന്ന് കിട്ടുന്ന പാരിതോഷികത്തിൻ്റെയോ അവകാശികൾ എന്ന് പറയുന്നത് അത് നിങ്ങളാണ്. അത് നമ്മൾ എന്താണെന്ന് പറയും, കല്യാണം കഴിഞ്ഞതോടുകൂടെ ഭർത്താവിനും ഭാര്യയ്ക്കും വരുന്ന അവകാശങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വരുന്നത് ഒരാളുടെ മരണശേഷം. ഇപ്പം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട് എന്ന് വെച്ചോളൂ. അത് അയാൾ വിലയാധാരം മേടിച്ച് അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 10 സെൻറ്റ് സ്ഥലമാണ്. അയാൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അയാളിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താമസിക്കാനുള്ളൊരു സൗകര്യം ചോദിക്കാം ആ വീട്ടിൽ. അതേപോലെ അയാളിൽ നിന്ന് സാമ്പത്തികമായിട്ട് ചിലവിനുള്ള തുകയും ചോദിക്കാം. കുട്ടികൾക്കും ചോദിക്കാം, 18 വയസ്സ് വരെ ഭാര്യയ്ക്കും ചോദിക്കാം. അതല്ലാതെ ആ 10 സെൻറ്റ് സ്ഥലത്തിൻ്റെ മേലിൽ എനിക്ക് ഭാര്യ എന്നുള്ള രീതിയിൽ അവകാശം ചോദിക്കാൻ പറ്റില്ല. ചോദിക്കാം എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആർക്കും വില്ല് എഴുതുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ഒരു പ്രമാണം ഒരു ആധാരമോ ജനിപ്പിക്കാതെ അയാൾ മരിച്ചു പോയെങ്കിൽ ഉറപ്പായിട്ടും ആ സ്വത്തിൽ ഭാര്യയ്ക്ക് അവകാശം വരും, മക്കൾക്കും അവകാശം വരും. ലീഗലി വെഡഡ് വൈഫിന് മാത്രമായിരിക്കും അങ്ങനെ ഡിസീസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് മരിച്ചുപോയ ആളുടെ സ്വത്തിന് അവകാശം വരുന്നത്. അതല്ലാതെ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് എപ്പോൾ വേണമെങ്കിൽ അത് സ്വന്തം ആവശ്യങ്ങൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയോ ഒക്കെ ചെയ്യുക. അതിനൊന്നും ഭാര്യയാണ് ഞാൻ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ തടയാനോ ഒന്നും പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് നിയമപരമായിട്ട് പോയിട്ട് ഞാൻ ഇയാളെ ഭാര്യയാണ്, ഇയാളുടെ 10 സെൻറ്റ് സ്ഥലത്തിന് മേലെ എനിക്കൊരു അവകാശമുണ്ട്, അത് കാരണം അത് തടയണം എന്ന് പറയാനൊന്നും നമുക്ക് കോടതിയിൽ പോവില്ല. ആകെ ഭാര്യയ്ക്ക് അവകാശപ്പെടാൻ പറ്റുന്നത് നമുക്ക് ചെലവിന് ചോദിക്കാം. ഈ ചെലവിന് എന്ന് പറയുന്നത് അയാളുടെ ജീവിത സാഹചര്യം ജീവിത നിലവാരം അനുസരിച്ചിട്ടാണ് നമുക്ക് ചെലവിന് ചോദിക്കാൻ പറ്റുന്നത്. അതായത് ഒരു കൂലിവേല ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു വലിയൊരു എമൗണ്ട് ഒന്നും നമുക്ക് ചെലവിന് ചോദിക്കാൻ പറ്റില്ല. അതേസമയം നമ്മൾ പ്രൊഫഷണലി വളരെ റിച്ച് ആയിട്ട് ജോലി ചെയ്ത് നല്ല സാമ്പത്തിക സാലറി കിട്ടുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ജീവിത നിലവാരം ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന് അയാളുടെ സാലറിയും കാര്യങ്ങളും നമ്മൾ അസറ്റ് പ്രൂവ് ചെയ്യണം. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി നമ്മൾ കോടതിയിൽ പ്രൂവ് ചെയ്യുവാണെങ്കിൽ അതിന് തുല്യമായിട്ടുള്ളൊരു തുക. അതായത് ഇപ്പോൾ സാലറി മേടിക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, മാഡം നമുക്ക് ഭാര്യയ്ക്ക് എത്ര പെർസെൻറ്റേജാണ് സാലറിയിൽ നിന്ന് ചോദിക്കണേ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ മൊത്തം തെറ്റിദ്ധാരണയാണ്. ഭർത്താവ് നിന്ന് ഇത്ര പെർസെൻറ്റേജ് ഭാര്യയ്ക്ക്, ഇത്ര പെർസെൻറ്റേജ് കുട്ടികൾക്ക്, അങ്ങനെ ഇല്ല. അവരുടെ ദൈനംദിന ജീവിതത്തിനുള്ള ചിലവുകൾ, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പഠിത്തം, അവരുടെ ചികിത്സ ആവട്ടെ, വസ്ത്രമാവട്ടെ അല്ലെങ്കിൽ ആഹാരമാവട്ടെ, അതിനുള്ള എക്സ്പെൻസസ്, അല്ലെങ്കിൽ ഏതായിട്ടുള്ള അവർക്കൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, നല്ല മിടുക്കികളായിട്ടുള്ള ഡാൻസ് ഒക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അതിന് വന്നിട്ട് നമുക്ക് ഭർത്താവിൽ നിന്ന് അയാൾ നോക്കിയില്ലെങ്കിൽ, അതായത് പിതാവ് നോക്കിയില്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടും. ഇതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത് സഫീഷ്യൻ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതും അവരുടെ വരുമാനം നോക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പം ഭർത്താവിൻ്റെ സ്വത്തുക്കൾക്ക് മുഴുവൻ ഭാര്യയായി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവകാശം കിട്ടുന്നില്ല. അതേപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാവട്ടെ, കല്യാണം കഴിപ്പിച്ച് വിടാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാവട്ടെ, ഭർത്താവ് അല്ലെങ്കിൽ ആൺകുട്ടികളുടെ സ്വത്ത് കണ്ട് അത് നിങ്ങളുടെ മകൾക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കരുത്. അവരെന്തെങ്കിലും തരണമെങ്കിൽ മാത്രമേ ഈ കുട്ടിക്കുള്ളൂ, അതല്ലെങ്കിൽ അവർക്ക് അവിടെ പോയി ജീവിക്കാം എന്നല്ലാതെ ഈ കുട്ടിക്ക് കൂടുതലായിട്ട് അതിനുള്ള അവകാശങ്ങളും കാര്യങ്ങളും അയാൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഷഹല ചെയ്തത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് അറിയണമല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ.